ഫുട്ബോൾ അതൊരു യുദ്ധം തന്നെയാണ്. ശത്രുവിനെ വാളുകൊണ്ട് വെട്ടിവീഴ്ത്തി വെടിയുതിർത്ത് രക്തം ചിന്തുന്ന യുദ്ധമല്ല, പോരിന്റെ പ്രാകൃത ത്വരകൾ കളികൊണ്ട് തീർപ്പാക്കുന്ന പുതിയ കാലത്തിന്റെ മഹായുദ്ധം. ഇവിടെ ജയിക്കുന്നവർ ഭൂമിയെ ജയിക്കുന്നു, നാടായ നാടിന് ഉടയവനാകുന്നു. കാൽപന്തിന്റെ പെരുമ്പോര് ദേശങ്ങൾക്കും പോരാളികൾക്കും നിലനിൽപ്പിന്റെ പോര് തന്നെയാകുന്നു. അംഗം കുറിച്ച് എതിരാളികൾ ആരെന്നുറപ്പിച്ച് പടനിലവും തീയതിയും തീരുമാനിച്ച് പയറ്റ് വിളംബരം നാടെല്ലാം എത്തിച്ച് ആലകളിൽ തീ കൂട്ടി ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി രാപ്പകൽ അഭ്യാസം. ആധുനിക ഫുട്ബോളിൽ പകരം വെക്കാൻ ആളില്ലാത്ത ചേകവറായിരുന്നു മെസ്സി. ഒരു കള്ളവെട്ടിലും ചതിക്കും തോൽപ്പിക്കാൻ കഴിയാത്തവൻ. അറിവിന്റെ ആർക്കൈവ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി. എല്ലാവർക്കും ആർക്കൈവ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അർജന്റീനയിലെ സാന്റോഫിയോ പ്രവിശ്യയിലെ റൊസാരിയോ പട്ടണം. അവിടെ ഒരു മാഗ്നറ്റ് നിർമ്മാണ ഫാക്ടറിയിലെ ജീവനക്കാരിയായ സീലിയ മരിയ കുച്ചിറ്റിനിയുടെയും അതേ നഗരത്തിൽ ഉരുക്ക് നിർമ്മാണ ഫാക്ടറി മാനേജരായ ഹോഗെ മെസ്സിയുടെയും ഇളയ മകനായിട്ടായിരുന്നു 1987 ലയണൽ ആൻഡ്രസ് മെസ്സി എന്ന ഇതിഹാസ ഫുട്ബോൾ താരത്തിന്റെ ജനനം. ജ്യേഷ്ഠന്മാരായ റോഡ്രിഗോയ്ക്കും മത്യാസിനുമൊപ്പം പിച്ച നടക്കുന്ന കാലം മുതൽ ലയണൽ മെസ്സി പന്ത് തട്ടി തുടങ്ങി. അർജന്റീനയിലെ റൊസാരിയോ നഗരം ഫുട്ബോൾ കൊണ്ട് എഴുതപ്പെട്ട പ്രദേശമാണ്. അത്രമാത്രം ഫുട്ബോൾ അവരുടെ ജീവിതത്തോട് ചേർന്ന് കിടക്കുന്നു. കലയും രാഷ്ട്രീയവും പോലെ പ്രധാനമായിരുന്നു അർജന്റീനക്കാർക്ക് ഫുട്ബോൾ. ചിലപ്പോൾ അതിനുമപ്പുറം ഫുട്ബോളിനെ കാമിച്ചിരുന്ന ഒരു ജനത. റൊസാരിയോ നഗരത്തിൽ മാത്രമല്ല, അർജന്റീനയിൽ എവിടെയും കാണാം ഭൂഗോളം പോലെ ഉരുണ്ടുകൊണ്ടേയിരിക്കുന്ന പന്തുകൾ. ഫുട്ബോൾ എന്ന കായിക വിനോദത്തിന്റെ കലയുടെ ഭ്രമണപഥത്തിനകത്തായിരുന്നു റൊസാരിയോ പട്ടണം. ഫുട്ബോളിന്റെ ആ മായാ ലോകത്ത് പെപ്സി ക്യാനുകളും ഒഴിഞ്ഞ കുപ്പികളും ചുരുട്ടിക്കൂട്ടിയ റബ്ബറിട്ട പേപ്പർ ചുരുളുകളും പലപ്പോഴും പന്തുകളായി മാറി. വഴിയോരങ്ങളിലും തുറസിടങ്ങളിലും 2-3 പേരടങ്ങുന്ന ചെറു സംഘങ്ങൾ ഇത്തരം പന്തുകൾ കൊണ്ട് ലോകകപ്പ് കളിച്ചു. ഫുട്ബോൾ അവർക്ക് ശ്വാസവായു തന്നെയായിരുന്നു. കൂട്ടുകാർക്കൊപ്പം വില കുറഞ്ഞ പന്തുകളിൽ കളിച്ചു നടന്ന മെസ്സിക്ക് ആദ്യം ഒരു പന്ത് വാങ്ങിക്കൊടുത്തത് അമ്മുമ്മ സീലിയ ഒളിവേര കുച്ചിറ്റിനിയായിരുന്നു. മെസ്സിയെയും ചേട്ടന്മാരെയും ഒരു ദിവസവും മുടങ്ങാതെ മൈതാനങ്ങളിൽ പരിശീലനത്തിന് കൊണ്ടുപോയിരുന്നതും അമ്മുമ്മ തന്നെയായിരുന്നു. യുണിസെഫിന്റെ ഒരു ചടങ്ങിൽ വെച്ച് പിന്നീടൊരിക്കൽ മെസ്സി അമ്മുമ്മയെ കുറിച്ച് പറയുകയുണ്ടായി. തന്റെ ഫുട്ബോളിലുള്ള ശേഷി ആദ്യം തിരിച്ചറിഞ്ഞത് അമ്മുമ്മയായിരുന്നു. ഓരോ ഗോളിന് ശേഷവും 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി നിൽക്കുന്ന മെസ്സി നമ്മുടെ കാഴ്ചകളിലുണ്ട്. അത് അമ്മുമ്മയ്ക്കുള്ള പ്രാർത്ഥനകളാണെന്നും മെസ്സി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. തന്റെ 5ാമത്തെ വയസ്സിലാണ് മെസ്സി ആദ്യമായി ഒരു ക്ലബിന് വേണ്ടി കൂട്ടുകെട്ടുന്നത്. റൊസാരിയോയിലെ ഗ്രാൻഡോളി എന്ന ക്ലബിന് വേണ്ടിയായിരുന്നു അത്. ഗ്രാൻഡോളിയിലെ ഫുട്ബോൾ അക്കാദമിയിൽ പ്രാക്ടീസ് ചെയ്യാൻ ചേട്ടന്മാർക്കൊപ്പം കുഞ്ഞു മെസ്സിയും പോയിരുന്നു. ചേട്ടന്മാരുടെ പരിശീലന സമയം മുഴുവൻ ഒറ്റയ്ക്കൊരു പന്തിൽ പരിസരങ്ങളിൽ കളിച്ചു നടന്ന 5 വയസ്സുകാരനായ മെസ്സിയെ കോച്ച് സൽവദോർ റിക്കാർഡോ കണ്ടെത്തുന്നു. ഗ്രാൻഡോളിയുടെ ടീം ഓഫ് 86ന്റെ 11ൽ കോച്ച് സാൽവദോർ അമ്മുമ്മയുടെ അനുവാദത്തോടെ മെസ്സിയെയും ഇറക്കുന്നു. ഫുട്ബോളിന്റെ പര്യായമായി മാറിയ ലയണൽ മെസ്സിയുടെ അരങ്ങേറ്റമായിരുന്നു അത്. ഗ്രാൻഡോളിയുടെ ഈ കുഞ്ഞൻ ടീമിൽ ഇത്തിരി കുഞ്ഞനായ മെസ്സിക്ക് ഒരു വിളിപ്പേരുണ്ടായിരുന്നു. ഈച്ചയെന്നും കുഞ്ഞീച്ചയെന്നും അർത്ഥം വരുന്ന ലാപുൽഗ, ലാപുൽഗിറ്റ എന്നൊക്കെയായിരുന്നു ആ പേരുകൾ. 92 മുതൽ 94 വരെ കുഞ്ഞു മെസ്സി ഗ്രാൻഡോളിക്ക് വേണ്ടി കളിച്ചു. 94-ൽ 7ാം വയസ്സിൽ മെസ്സി ഗ്രാൻഡോളിയിലെ കളി അവസാനിപ്പിക്കുന്നു. റൊസാരിയോയിലെ തന്നെ ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് എന്ന ക്ലബിലായിരുന്നു ജ്യേഷ്ഠന്മാരുടെ ഫുട്ബോൾ പരിശീലനം. 93-ൽ സാക്ഷാൽ മർഡോണ കളിച്ചിരുന്ന ന്യൂവെൽസ് ഓൾഡ് ബോയ്സിലേക്ക് 7 വയസ്സുകാരനായ മെസ്സിയും എത്തുന്നു. ആദ്യ മത്സരത്തിൽ 4 ഗോൾ അടിച്ചുകൊണ്ടാണ് ലാ പുൽഗിറ്റ എന്ന ഈ കുഞ്ഞീച്ച തന്റെ ക്ലബിലേക്കുള്ള വരവറിയിച്ചത്. അർജന്റീനയിലെ അക്കാലത്തെ ഏറ്റവും മികച്ച ജൂനിയർ ടീമായിരുന്ന ടീം ഓഫ് 87ന്റെ പടക്കുതിരയായി മാറുന്നു മെസ്സി എന്ന ചെറുബാലൻ. മെഷീൻ ഓഫ് ടീം 87 എന്നായിരുന്നു അക്കാലത്ത് കൂട്ടുകാർ മെസ്സിയെ വിളിച്ചിരുന്നത്. തുടർന്ന് 3 വർഷങ്ങളിൽ ടീം ഓഫ് 87 തോൽവി അറിഞ്ഞതേയില്ല. അതിനു പിന്നിൽ മെസ്സിയുടെ കുഞ്ഞൻ കാലുകളും തലയിലെ ഉയർന്ന ഫുട്ബോൾ ബുദ്ധിയുമായിരുന്നു. 2000-ൽ തന്നെ 13ാം വയസ്സിലാണ് മെസ്സി ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് ക്ലബ്ബ് വിടുന്നത്. 1997-ലാണ് തന്റെ 10ാം വയസ്സിൽ മെസ്സിയെ ഗുരുതരമായ ഒരു രോഗം പിടികൂടുന്നത്. വളർച്ചയെ ബാധിക്കുന്ന ഈ ജനിതക രോഗത്തിന്റെ പേര് ഇഡിയോപ്പതിക് ഷോർട്ട് നേച്ചർ എന്നായിരുന്നു. ലോകത്ത് 2 കോടിയിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഈ രോഗം ഫുട്ബോൾ എന്ന മായിക ലോകത്തേക്ക് പിച്ചവെച്ചു തുടങ്ങിയ മെസ്സിയെ വല്ലാതെ ആകുലനാക്കി.
വളർച്ച ഇല്ലാതാകുന്ന ഈ രോഗത്തിനു മുന്നിൽ കൂട്ടുകാർ വിളിച്ച കുഞ്ഞീച്ച എന്ന ഓമന പേര് പോലെ വളർച്ചയില്ലാതെ തന്റെ മകൻ നിൽക്കേണ്ടി വരുമോ എന്ന് ആ മാതാപിതാക്കൾ ആശങ്കപ്പെട്ടു. വളർച്ചയുടെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതുകൊണ്ട് സമപ്രായക്കാർക്കൊപ്പം വളരാതെ ഉയരം കുറഞ്ഞു പോകുന്നതാണ് ഈ രോഗം. ഹോർമോൺ കുത്തിവെക്കലായിരുന്നു ഈ രോഗത്തിനുള്ള ചികിത്സ. രാത്രികാലങ്ങളിൽ തന്റെ പിഞ്ചു ശരീരത്തിൽ സ്വയം ഹോർമോൺ കുത്തിവെച്ച് കഴിച്ചുകൂട്ടിയ ഒരു വേദനാ കാലമുണ്ടായിരുന്നു മെസ്സിക്ക്. ഒപ്പമുള്ള കുട്ടികൾ കളിച്ചു ചിരിച്ചു നടക്കുന്ന പ്രായത്തിൽ വേദനയെ ധീരമായി ചെറുത്തുകൊണ്ട് അവൻ മൈതാനങ്ങളിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരുന്നു. രാത്രിയിൽ സ്വന്തം കാലുകളിൽ ഹോർമോൺ കുത്തിവെക്കുമ്പോൾ ഉണ്ടായ കഠിന വേദന പകലിൽ മൈതാനങ്ങളിലെ വെടിച്ചില്ലുകളായവൻ മാറ്റിയെഴുതി. $1000 ആയിരുന്നു മെസ്സിക്ക് ഒരു മാസത്തെ ചികിത്സയ്ക്കായി ചിലവായിരുന്നത്. എല്ലാ മാസവും $1000 കണ്ടെത്താൻ ലിയോയുടെ മാതാപിതാക്കൾക്ക് കഴിയാതെ വന്നു. അത്രയൊന്നും സമ്പന്നമല്ലാത്ത അർജന്റീനയിൽ സൗജന്യ ചികിത്സയ്ക്ക് പരിമിതികളുണ്ടായിരുന്നു. ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് ക്ലബ് ആദ്യം കുറച്ചുകാലം മെസ്സിയുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുത്തെങ്കിലും സാമ്പത്തിക പരിമിതി മൂലം അവർക്കും പിന്മാറേണ്ടി വന്നു. അർജന്റീനയിലെ മറ്റൊരു മുന്തിയ ക്ലബായ റിവർ പ്ലേറ്റ് മെസ്സിയുമായി ജൂനിയർ ടീമിന് വേണ്ടി കരാർ ഒപ്പുവെക്കാൻ തയ്യാറായെങ്കിലും കുറച്ചുകാലം നീണ്ടു നിൽക്കുന്ന ചികിത്സാ ചെലവ് ഏറ്റെടുക്കാൻ അവരും തയ്യാറായില്ല. ഈ ഒരു അവസ്ഥയിൽ നിലനിൽപ്പും ഭാവിയും ഒരു ചോദ്യചിഹ്നമായി കൺമുന്നിൽ തെളിയുന്ന വേളയിലാണ് മരിയ മിംഗുവേല എന്ന ഫുട്ബോൾ ഏജന്റിന്റെ കണ്ണിൽ മെസ്സി പെടുന്നത്. മിംഗുവേലയെ ഒരുപക്ഷെ പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞേക്കും. 1982 ബൊക്ക ജൂനിയേഴ്സിൽ നിന്ന് വിലപേശി സാക്ഷാൽ മറഡോണയെ ക്യാമ്പിനോയിലേക്ക് എത്തിച്ച അതിപ്രഗത്ഭനായ ഫുട്ബോൾ ഏജന്റായിരുന്നു മരിയ മിംഗുവേല. മിംഗുവേല ബാഴ്സയുടെ ടെക്നിക്കൽ ഡയറക്ടറായ കാർലസ് റിക്കാച്ചിനോട് താൻ കണ്ടെത്തിയ 12-കാരനായ മെസ്സി എന്ന അത്ഭുത ബാലനെ കുറിച്ച് പറയുന്നു. ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് താൻ കണ്ടെത്തി ബാഴ്സയിലേക്ക് എത്തിച്ച ഫുട്ബോളിലെ മറ്റൊരു അത്ഭുതമായ ഡിഗോ മറഡോണയുടെ ഒപ്പം നിൽക്കാൻ ശേഷിയുള്ളവനായി മെസ്സി മാറുമെന്ന് മിംഗുവേല റിക്സാച്ചിന് ഉറപ്പുകൊടുക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ബാഴ്സയിലേക്ക് ഒരു സെലക്ഷൻ ട്രയൽസിനായി മെസ്സിയെ കൊണ്ടുവരാൻ ഇരുവരും തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിന്റെ ഫലമായി 12-കാരനായ മെസ്സി മിംഗുവേലയ്ക്കൊപ്പം ബാഴ്സലോണയിലെ എൽ പ്രാറ്റ് വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്നു. തൊട്ടടുത്ത ദിവസം മുതൽ ബാഴ്സയുടെ യൂത്ത് ടീമിനൊപ്പം പരിശീലനം ആരംഭിക്കുന്ന മെസ്സി ഒപ്പം കളിക്കുന്നവരെയും പരിശീലകരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് മൈതാനത്ത് കാഴ്ചവെക്കുന്നത്. ജൂനിയർ ടീമിൽ മെസ്സിക്കൊപ്പം കളിച്ചിരുന്ന തന്റെ 2 പ്രിയപ്പെട്ട കൂട്ടുകാർ ബാഴ്സയുടെ സീനിയർ ടീമിനു വേണ്ടി മെസ്സി നിറഞ്ഞാടുന്ന കാലത്തും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഫാബ്രിഗസും ജെറാൾഡ് പീക്കെയും. ജൂനിയർ ടീമിൽ മെസ്സി പരിശീലനം തുടരുന്ന ആദ്യ ദിവസങ്ങളിലൊന്നും റിക്സാച്ചിന് അവന്റെ കളി കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു പരിശീലന മത്സരത്തിനിടെ വൈകിയെത്തിയ റിക്സാച്ചി വെറും 10 മിനിറ്റ് നേരം മാത്രമാണ് അവന്റെ കളി കാണുന്നത്. 10 മിനിറ്റ് കളി കണ്ടു മടങ്ങിയ റിക്സാച്ചി മെസ്സിയെ ബോധിക്കാതെ മടങ്ങിയെന്നാണ് പലരും കരുതിയത്. എന്നാൽ ഒരു ചോദ്യത്തിന് അവന്റെ പ്രതിഭയെ തിരിച്ചറിയാൻ 10 മിനിറ്റ് എന്തിനാണ്, വെറും 2 മിനിറ്റ് പോരെ എന്ന മറു ചോദ്യമാണ് റിക്സാച്ച് മറുപടിയായി നൽകിയത്. ഇത്രയേറെ പ്രതിഭയുണ്ടായിട്ടും പിന്നെയും മെസ്സിയുടെ ബാഴ്സയിലേക്കുള്ള വരവ് പല കാരണങ്ങളാൽ നീണ്ടുപോകുന്നു. മാസം $1000 പുറത്തു വരുന്ന അവന്റെ ചികിത്സാ ചിലവും അച്ഛൻ പ്രതിഫലമായി ചോദിച്ച ഒരു വർഷം 40,000 പൗണ്ട് എന്ന തുകയുമായിരുന്നു പ്രധാന തടസ്സം. 12-കാരനായ മെസ്സിയെ ബാഴ്സ സീനിയറിൽ കളിപ്പിച്ച് അവന്റെ പ്രതിഭ ക്ലബിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതിന് വീണ്ടും വർഷങ്ങൾ വേണമെന്നിരിക്കെ ഇത്രയും റിസ്ക് എടുത്ത് മെസ്സിയെ ബാഴ്സയിൽ നിർത്തണമോ എന്ന് ബാഴ്സയിലെ എക്സിക്യൂട്ടീവുകളിൽ ചിലരെങ്കിലും ആലോചിച്ചു. ആ വർഷത്തെ പരിശീലനം കഴിയുമ്പോൾ റിക്സാച്ച് മെസ്സിയിലെ കളിക്കാരനെ തിരിച്ചറിയുകയും അവന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു. എങ്കിലും മെസ്സിയുമായുള്ള ഒരു ഔദ്യോഗിക കരാർ ഒപ്പിടുന്നത് വീണ്ടും മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. മെസ്സിയുടെ ബാഴ്സയിലെ ഏജന്റായ ഗ്രാജോളി റിക്സാച്ചുമായി മെസ്സിയുടെ കരാറിനെ ചൊല്ലി സംസാരിക്കുകയും 2000 ഡിസംബർ 14 മുൻപായി തീരുമാനമെടുക്കണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ബോംബിയ ടെന്നീസ് ക്ലബിൽ വെച്ച് നടന്ന അവസാനവട്ട കൂടിക്കാഴ്ചയിൽ മെസ്സിയുടെയും പിതാവിന്റെയും സാന്നിധ്യത്തിൽ കരാർ ഒപ്പിട്ടില്ലെങ്കിൽ താൻ ഇവനെ റയൽ മാഡ്രിഡിലേക്ക് കൊണ്ടുപോകുമെന്ന് ഗ്രാജോളി റിക്സാച്ചിനെ അറിയിക്കുന്നു. റയലിലേക്ക് പോയാൽ വരും കാലത്തെ ഒരു മഹാപ്രതിഭയെ നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയ റിക്സാച്ച് പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ഒരു നാപ്കിൻ പേപ്പറിൽ എഗ്രിമെന്റ് തയ്യാറാക്കി ഒപ്പുവെച്ച് മെസ്സിയെ ബാഴ്സയുടെ സ്വന്തമാക്കുന്നു. അക്കാലത്ത് സ്പെയിനിൽ നിലനിന്നിരുന്ന നിയമമനുസരിച്ച് മെസ്സിയുടെ പ്രായത്തിലുള്ള ഒരു വിദേശ കളിക്കാരനുമായി ക്ലബിന് കരാർ ഒപ്പിടാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാറ്റലിൻ ഫെഡറേഷൻ 2001 മാർച്ച് 6 14-കാരനായ മെസ്സിക്ക്
ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലേയിംഗ് ലൈസൻസ് അനുവദിച്ചു കൊടുക്കുന്നു. ആ ലൈസൻസ് ഉപയോഗിച്ച് മെസ്സി കാറ്റലിൻ മത്സരങ്ങൾ കളിക്കുന്നു. ആരോടും മിണ്ടാത്ത പ്രകൃതക്കാരനായിരുന്ന മെസ്സിയെ ഒപ്പമുള്ളവർ ഊമ എന്ന അർത്ഥമുള്ള എൽ മ്യൂട്ടോ എന്നാണ് വിളിച്ചിരുന്നത്. കാറ്റലിൻ മത്സരങ്ങളുമായി മെസ്സിയുടെ കളിജീവിതം മുന്നോട്ടു പോകുന്നു. റൊസാരിയോയിൽ നിന്നും മെസ്സി സ്പെയിനിലേക്ക് എത്തിയിട്ട് ഒരു കൊല്ലമാകുന്നു. ബാഴ്സയ്ക്ക് വേണ്ടി ഔദ്യോഗികമായി കളിക്കുക എന്ന സ്വപ്നത്തിലേക്ക് ഇനിയും നടന്നു തുടങ്ങിയിട്ടില്ല. എന്ത് ചെയ്യണമെന്ന ആലോചനകൾക്കിടയിലാണ് സ്പെയിനിൽ സമ്മർ വെക്കേഷൻ എത്തുന്നത്. അവധിക്കാലത്ത് റൊസാരിയോ വീട്ടിലെത്തുന്ന മെസ്സിയോട് മാതാപിതാക്കളും സഹോദരന്മാരും ഇനി എന്ത് എന്ന ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നു. സംശയലേശമന്യേ ഉറച്ച ശബ്ദത്തിൽ ബാഴ്സലോണയിലേക്ക് മടങ്ങും എന്നും അവിടെ കളിക്കുമെന്നും പറയുന്നു മെസ്സി. ആ മറുപടിക്ക് വല്ലാത്തൊരു ദൃഢതയുണ്ടായിരുന്നു. രണ്ടാം തവണ സ്പെയിനിലെ എൽ പ്രാറ്റോ വിമാനത്താവളത്തിൽ 2001 മാർച്ചിൽ അച്ഛനോടൊപ്പം വിമാനമിറങ്ങുമ്പോൾ മെസ്സിക്ക് പ്രായം 14 ബാഴ്സലോണയിൽ എത്തുന്ന മെസ്സി വീണ്ടും ജൂനിയർ ടീമിൽ കളി തുടങ്ങുന്നു. 2002, 2003 വർഷത്തിൽ ജുവനൽസ് എ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മെസ്സി ആ സീസണിൽ 30 മത്സരങ്ങളിൽ 3 ഹാട്രിക് ഉൾപ്പെടെ 36 ഗോളുകളാണ് അടിച്ചുകൂട്ടുന്നത്. നിരവധി വിജയങ്ങളിലൂടെ മെസ്സിയും ക്ലബും ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നു. ആ വർഷമാണ് ബാഴ്സലോണയുടെ പ്രസിഡന്റായി ലാപോർട്ട എത്തുന്നത്. ക്ലബിന്റെ മാനേജരായി ഇതിഹാസ താരം ഫ്രാങ്ക് റേക്കാർഡ് എത്തുന്നു. ക്ലബിലേക്ക് റൊണാൾഡീഞ്ഞോ എന്ന മിന്നും താരം കളിക്കാനായി വരുന്നു. 2003, 2004 സീസണിൽ പരിശീലനത്തിന്റെ ഭാഗമായി സീനിയർ താരങ്ങൾക്കൊപ്പം ജൂനിയർ താരങ്ങളും പരിശീലന മത്സരത്തിനിറങ്ങുമ്പോൾ അതിൽ ഒരാൾ മെസ്സി ആയിരുന്നു. മെസ്സിയുടെ പ്രകടനം കണ്ട റേക്കാർഡ് മെസ്സിയെ കൃത്യമായി നോട്ടമിടുന്നു. അതിന്റെ ഫലമായി FC പോർട്ടോയ്ക്കെതിരെ നടന്ന ഒരു സൗഹൃദ മത്സരത്തിന് 75-ാം മിനിറ്റിൽ 16-കാരനായ മെസ്സി കളത്തിലിറങ്ങുന്നു. ആ മത്സരത്തിൽ അവശേഷിച്ച മിനിറ്റുകളിൽ പോസ്റ്റിനോളം എത്തിയ നീക്കങ്ങളും ഷൂട്ടുകളും അസിസ്റ്റുകളുമായി മെസ്സി ആരാധകരുടെ കയ്യടി നേടുന്നു. തുടർന്ന് സീനിയർ ടീമിന്റെ ബി ടീമിലേക്ക് മെസ്സിക്ക് കയറ്റം കിട്ടുന്നു. ബി ടീമിന് വേണ്ടി കളിച്ച മെസ്സിയെ കൗതുകത്തോടെ വീക്ഷിക്കുന്ന റൊണാൾഡീഞ്ഞോ വളരെ പെട്ടെന്ന് അവനുമായി അടുക്കുകയും ഫുട്ബോളിന് വേണ്ടി 100% നൽകുന്ന അവനെ ഒപ്പം കൂട്ടുകയും ചെയ്യുന്നു. കളി മികവിന് പുറമെ ആ അടുപ്പവും ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ പെട്ടെന്നെത്താൻ മെസ്സിക്ക് ഒരു കാരണമാകുന്നു. 2004, 2005 സീസണിൽ ബാഴ്സലോണയുടെ ബി ടീമിന് വേണ്ടി കളിച്ച മെസ്സി 17 കളികളിൽ നിന്നും 6 ഗോളുകളാണ് നേടിയത്. ബി ടീമിലെ അവന്റെ പ്രകടനത്തിനെ മുൻനിർത്തി സീനിയർ ടീമിലെ ചിലർ മെസ്സിയെ എ ടീമിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ പ്രാധാന്യം കോച്ചിനെ ബോധിപ്പിക്കുന്നു. അങ്ങനെ ബാഴ്സലോണയുടെ സീനിയർ ടീമിലെത്തുന്ന മെസ്സി തന്റെ ഇഷ്ട പൊസിഷനിലല്ല അന്ന് കളിച്ചിരുന്നത്. ലെഫ്റ്റ് വിങ്ങിൽ അന്ന് സ്ഥിര സാന്നിധ്യമായി റൊണാൾഡീഞ്ഞോ ഉണ്ടായിരുന്നു. റൈറ്റ് വിങ്ങിൽ കളിച്ച മെസ്സിക്ക് തന്റെ കുറച്ച് ഉള്ളിലേക്ക് കടന്നു കയറി ഇടം കാലടികൾക്കുള്ള സ്വാതന്ത്ര്യം റേക്കാർഡ് അനുവദിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ വലതു വിങ്ങിൽ നിന്ന് നർത്തകനെ പോലെ ഡ്രിബിൾ ചെയ്ത് ബോക്സിന്റെ വലതു കോർണറിലെത്തി ചിലപ്പോഴൊക്കെ ഇടം കാലുകൊണ്ട് ഉഗ്രൻ വെടികൾ ഉതിർത്ത മെസ്സി അന്നൊരു കൗതുക കാഴ്ചയായിരുന്നു. എസ്പാനിയോളിനെതിരെ 83-ാം മിനിറ്റിലെ സബ്സ്റ്റിറ്റ്യൂട്ടിലൂടെ മെസ്സി സീനിയർ ടീമിന് വേണ്ടി അരങ്ങേറ്റം കുറിക്കുമ്പോൾ 17 വയസ്സും 3 മാസവും 22 ദിവസവുമായിരുന്നു അവന്റെ പ്രായം. 2005 മെയ് 1 ഞായറാഴ്ചയായിരുന്നു ആൽബേസിറ്റിയുമായി ബാഴ്സലോണയുടെ കളി. ആ ദിവസം ഫുട്ബോളിന്റെ ദൈവങ്ങൾ മെസ്സിക്കൊപ്പമായിരുന്നു. പ്രിയപ്പെട്ട റൊണാൾഡീഞ്ഞോയുടെ അസിസ്റ്റിൽ മെസ്സി ഗോൾ വല കുലുക്കുന്നു. ആ ഗോളോടുകൂടി ക്ലബിന് വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് മെസ്സി തന്റെ പേരിലാക്കുന്നു. തന്റെ 18-ാം ജന്മദിനത്തിൽ 2004 ജൂൺ 24-ന് മെസ്സി ബാഴ്സലോണയുമായി സീനിയർ ടീമിന് വേണ്ടി കരാർ ഒപ്പിടുന്നു. കുറച്ചേറെ കളി വിജയങ്ങളുമായി ബാഴ്സയ്ക്കൊപ്പം മെസ്സിയും കളിക്കളങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുന്നു. രാജ്യാതിർത്തികൾക്കപ്പുറം ലോകം മുഴുവൻ മെസ്സിക്ക് ആരാധകരുണ്ടാകുന്നു. 2007-2008 സീസൺ ബാഴ്സലോണയ്ക്ക് മേൽ കരിനിഴൽ വീണ വർഷമായിരുന്നു. ഫ്രാങ്ക് റേക്കാർഡിന്റെ മുൻനിര താരങ്ങൾ അടങ്ങിയ ടീമിന് ധാരാളം പരാജയങ്ങൾ നുണയേണ്ടി വന്നു. റൊണാൾഡീഞ്ഞോയും ഡെക്കോയും ഒക്കെ അടങ്ങിയ ടീം പലപ്പോഴും തോൽവിയുടെ ആഴക്കയങ്ങളിലേക്ക് മൂക്കുകുത്തി വീണു. ലാലീഗയിൽ അവരുടെ സ്ഥാനം 3-ലേക്ക് താഴ്ന്നു. മാഞ്ചസ്റ്ററിനോട് നല്ല മാർജിനിൽ തോൽക്കേണ്ടി വരുന്നു. തുടർച്ചയായി തോൽവികളെ തുടർന്ന് ബാഴ്സയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു. റേക്കാർഡ് പുറത്താവുകയും ബാഴ്സയുടെ തന്നെ മുൻ താരം
ഗാർഡിയോള മാനേജരായി എത്തുകയും ചെയ്യുന്നു. റൊണാൾഡീഞ്ഞോയും ഡെക്കോയും ടീമിൽ നിന്ന് പുറത്താകുന്നു. സാമുവൽ എത്തിയുവും തിയറി ഹെൻറിയും ഇനിയസ്റ്റയും ജെറാൾഡ് പീക്കെയും പെട്രോയും ഒക്കെ ആദ്യ 11 എത്തുന്നു. റൊണാൾഡീഞ്ഞോയുടെ 10ാം നമ്പർ ജേഴ്സി മെസ്സിക്ക് പതിച്ചു കിട്ടുന്നു. ഗാർഡിയോളയുടെ വരവിന് ശേഷം ബാഴ്സയുടെ കളികൾ വിജയത്തിലേക്കുള്ളത് മാത്രമായിരുന്നു. കുറിയ പാസുകൾ കൊണ്ട് മൈതാനത്ത് ചിത്രം വരച്ച് ബാഴ്സ എതിരാളികളുടെ പ്രതിരോധ കോട്ടകളിലേക്ക് നുഴഞ്ഞുകയറി. ഗാർഡിയോള പരീക്ഷിച്ച ടിക്കി ടാക്ക എന്ന കളി രീതി മെസ്സിയും കൂട്ടരും കളിക്കളത്തിൽ അതുപോലെ നടപ്പിലാക്കി. കുറിയ പാസുകളുടെ ഒടുവിൽ പലപ്പോഴും ഇടം കാലനടികളിലൂടെയും ഒന്ന് വെട്ടിയൊഴിഞ്ഞ് അതിമനോഹരമായ ചലനങ്ങളിലൂടെയും മെസ്സി എതിരാളികളുടെ വല കുലുക്കി. അറിവിന്റെ ആർക്കൈവ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി. എല്ലാവർക്കും ആർക്കൈവ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മെസ്സി 2ാം ഭാഗം. 2008-2009 സീസണിൽ ബാഴ്സയുടെ അലമാരയിൽ എത്തുന്നത് നിരവധി കിരീടങ്ങളാണ്. ആ സീസണിൽ മെസ്സിയും എറ്റ്യൂവും ഹെൻറിയും അടങ്ങുന്ന ബാഴ്സയുടെ മുന്നേറ്റ നിര 100ൽ പരം ഗോളുകളാണ് അടിച്ചുകൂട്ടുന്നത്. ലാലിഗ, സ്പാനിഷ് സൂപ്പർ കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, ക്ലബ് ലോകകപ്പ് തുടങ്ങിയ നിരവധി കപ്പുകളാണ് ബാഴ്സയുടെ ക്യാമ്പിനോയിൽ എത്തിയത്. തൊട്ടടുത്ത സീസണും ബാഴ്സലോണ അവരുടേതാക്കി മാറ്റുന്നു. ആ സീസണിലെ ലാലിഗ കിരീടം ബാഴ്സലോണ നേടുമ്പോൾ 99 പോയിന്റുകളാണ് അവർ അടിച്ചെടുത്തത്. ലാലിഗയ്ക്കൊപ്പം മെസ്സിയും ബാഴ്സലോണയും നേടിയത് 6 മേജർ കിരീടങ്ങളായിരുന്നു. എന്നാൽ ആ സീസണിൽ ചാമ്പ്യൻസ് ലീഗിന്റെ സെമിയിൽ ബാഴ്സ ഇന്റർ മിലാനോട് തോൽക്കുന്നുണ്ട്. ആ തോൽവിയൊന്നും മെസ്സിയെയോ ബാഴ്സലോണയോ ബാധിച്ചതേയില്ല. ബാഴ്സയും മെസ്സിയും സ്പാനിഷ് ഫുട്ബോളിന്റെ നെറുകയിലെത്തിയ സീസണായിരുന്നു അത്. സ്പാനിഷ് ഫുട്ബോളിന്റെ മാത്രമല്ല, ലോക ഫുട്ബോളിന്റെ നെറുകയിൽ. അപ്പോഴേക്കും ബാഴ്സ സംഘത്തിലെ പ്രധാനിയായി മാറുന്നുണ്ട് മെസ്സി. മെസ്സി ബാഴ്സയുടെ പര്യായമായി മാറുന്നു. സ്വന്തം ടീം മെസ്സിയെ മുൻനിർത്തി ഒരു ഗെയിം പ്ലാൻ ചെയ്യുമ്പോൾ എതിർ ടീമും മെസ്സിയെ കുടുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ തന്നെയാണ് ആവിഷ്കരിച്ചുകൊണ്ടിരുന്നത്. മെസ്സി എന്നാൽ ഇരു ടീമുകളുടെയും കേന്ദ്രമായി മാറുന്ന ഒരു കാലമായിരുന്നു അത്. ഈ സമയത്താണ് മുൻപ് പറഞ്ഞതുപോലെ മെസ്സിക്കൊപ്പം ബാഴ്സയിലേക്ക് പെട്രോയും ഡേവിഡ് വിയയും സാവി ഫെർണാണ്ടസും ഇനിയസ്റ്റയും ബുസ്കറ്റ്സും ഡാനി ആൽവസും ഒക്കെ എത്തുന്നത്. സാവിയോ ഫെർണാണ്ടസും ഇനിയസ്റ്റയും ബുസ്കറ്റ്സും ഒക്കെ മിഡ്ഫീൽഡിലും ഡിഫൻസിൽ കാർലോസ് ലിയോയും ഡാനി ആൽവസും ഒക്കെ എത്തുന്നതോടെ ബാഴ്സ ലോകത്തിലെ മികച്ച ടീമുകളിൽ ഒന്നായി മാറുന്നു. ഈ ടീമിനെ വെച്ച് ഗാർഡിയോള മറ്റൊരു തന്ത്രം ആവിഷ്കരിക്കുന്നു. മെസ്സിയെ മുൻനിർത്തിയുള്ള ഒരു തന്ത്രമായിരുന്നു അത്. മുന്നേറ്റ നിരയിൽ നിന്ന് പതിയെ പിന്നോട്ട് വലിഞ്ഞ് തന്ത്രപരമായി മാറി നിൽക്കുന്നു മെസ്സി. അതുകൊണ്ട് തന്നെ എതിർ ടീമിന്റെ പ്രതിരോധ നിരക്കാർ അത്രയൊന്നും മാർക്ക് ചെയ്യാതെ നിൽക്കുന്നു. മെസ്സി ബോക്സിലേക്ക് എത്തുന്ന പന്തിലേക്ക് പെട്ടെന്ന് പാഞ്ഞെടുക്കുകയും ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്നു. പുതിയൊരു രീതിയായിരുന്നു അത്. എതിർ ടീമിലെ പ്രതിരോധക്കാർ അപകടമില്ലെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വെടിയുണ്ട പോലെ ആ കുഞ്ഞു മനുഷ്യൻ ബോക്സിലെ അപകടകരമായ മേഖലയിൽ എത്തിച്ചേരുന്നത്. മെസ്സിയുടെ അക്കാലത്തെ മുന്നേറ്റങ്ങളിൽ ഒപ്പമുണ്ടായിരുന്ന 2 മിഡ്ഫീൽഡ് ജനറൽമാരായിരുന്നു സാവിയും ഇനിയസ്റ്റയും. എതിരാളികൾ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരിക്കും മൂവരും ചേർന്ന് ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നത്. മെസ്സി മനസ്സിൽ കാണുന്നത് സാവിയോ ഇനിയസ്റ്റോയും മരത്തിൽ കാണുന്നു. അത്ലറ്റിക്കോ ഡി മാഡ്രിഡുമായി നടന്ന ബാഴ്സയുടെ ഒരു മത്സരം. അന്ന് ആദ്യ 11-ൽ മെസ്സി ഇല്ല. 2ാം പകുതിയുടെ 7ാം മിനിറ്റിൽ മാഡ്രിഡ് മുന്നിലെത്തുന്നു. ആരാധകർ ആർത്തു വിളിക്കുന്നു. പക്ഷേ മാഡ്രിഡിന്റെ കോച്ച് ഡീഗോ സിമിയോണി മിണ്ടാതിരിക്കുന്നത് കണ്ട പത്രപ്രവർത്തകർ ചോദിച്ചു, ഗോളടിച്ച് ലീഡ് നേടിയിട്ടും താങ്കൾ എന്താണ് മൗനം പാലിച്ചത്? സിമിയോണിയുടെ ഉത്തരം ഇതായിരുന്നു, മെസ്സി വാമപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. അയാൾ ഇറങ്ങിയാൽ കളി മാറിമറിയാൻ നിമിഷങ്ങൾ മതി എന്നായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. 60ാം മിനിറ്റിൽ കളത്തിലിറങ്ങിയ മെസ്സി 75ാം മിനിറ്റിൽ ബാഴ്സയുടെ വിജയ ഗോൾ നേടി. ഇനി മെസ്സി ബാഴ്സയ്ക്ക് വേണ്ടി നടത്തിയ കളി മികവിനെ കുറിച്ചാണ്. ബാഴ്സയുടെ ഫസ്റ്റ് ടീമിനു വേണ്ടി മെസ്സി നേടിയത് 700-നടുത്ത് ഗോളുകളാണ്. 300-നടുത്ത് അസിസ്റ്റുകൾ ചെയ്ത മെസ്സി 10 ലാലിഗയും 8 സ്പാനിഷ് സൂപ്പർ കപ്പും 7 കോപ്പ ദെൽ റേയും 4 ചാമ്പ്യൻസ് ലീഗും 3 യുവേഫ കപ്പും 3 ക്ലബ് വേൾഡ് കപ്പും ഉൾപ്പെടെ 35 ജെറ്റിലുകളാണ് വിൻ ചെയ്തത്. ഈ കാലയളവിൽ വ്യക്തിപരമായി മെസ്സിയെ തേടിയെത്തിയത് 78 അവാർഡുകളാണ്. ഇന്റർനാഷണൽ കരിയർ ക്ലബ് ഫുട്ബോളിൽ മായാജാലങ്ങൾ കാട്ടിയ മെസ്സി എന്ന ഫുട്ബോളർ
സ്വന്തം രാജ്യത്തിനു വേണ്ടി കളിക്കാനിറങ്ങുന്നത് 2005 18-ാം വയസ്സിലാണ്. ആദ്യ കളിയിൽ 64-ാം മിനിറ്റിൽ പകരക്കാരനായാണ് മെസ്സി കളിക്കളത്തിലിറങ്ങുന്നത്. എന്നാൽ മെസ്സിയുടെ വരവ് ആവേശത്തോടെ കാത്തിരുന്ന ആരാധകരെ അമ്പെ നിരാശപ്പെടുത്തി 66-ാം മിനിറ്റിൽ ചുവപ്പ് കാർഡിലൂടെ പുറത്തേക്ക് പോകേണ്ടി വരുന്നു മെസ്സിക്ക്. 2 മിനിറ്റ് നേരം മാത്രം കളിച്ച് തലകുനിച്ച് ഗ്രൗണ്ട് വിട്ട ആ 18-കാരനെ ആരാധകർ അനുകമ്പയോടെ നോക്കുമ്പോഴും അയാളുടെ ഉള്ളിൽ മറ്റൊന്നു കുറിച്ചിരുന്നു. തന്റെ ആദ്യ സീനിയർ രാജ്യാന്തര കളിക്ക് തൊട്ടുമുമ്പുള്ള വർഷമാണ് അർജന്റീനയുടെ യൂത്ത് ടീമിന് വേണ്ടി മെസ്സിയും സംഘവും കപ്പ് നേടുന്നത്. അന്ന് 6 ഗോളുകൾ നേടിയ മെസ്സിയെ മറക്കാത്ത അർജന്റീനക്കാർക്ക് അറിയാമായിരുന്നു ഇയാൾ തങ്ങളുടെ രാജ്യത്തിന്റെ ഫുട്ബോൾ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുമെന്ന്. 2006-ലെ ലോകകപ്പ് മത്സരത്തിൽ സെർബിയയ്ക്ക് എതിരായിരുന്നു മെസ്സിയുടെ ലോകകപ്പ് അരങ്ങേറ്റം. 2010-ൽ സാക്ഷാൽ മറഡോണയുടെ കീഴിൽ ക്യാപ്റ്റനായി കളിച്ച മെസ്സിക്കും സംഘത്തിനും ക്വാർട്ടറിൽ ജർമ്മനിയുടെ ഫിലിപ്പ് ലാമിനും സംഘത്തോടും തോറ്റു മടങ്ങേണ്ടി വന്നു. ലോകകപ്പിലെ പരാജയങ്ങൾ പിന്നെയും മെസ്സിയെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ലാലിഗയുടെയും ചാമ്പ്യൻസ് ലീഗിന്റെയും യുവേഫ കപ്പിന്റെയും മറ്റനേകം ക്ലബ്ബ് പോരാട്ടങ്ങളുടെയും യുദ്ധഭൂമിയിൽ നിന്ന് വീരനായകനെ പോലെ തലയുയർത്തി മടങ്ങിയ മെസ്സി ലോകകപ്പിന്റെ പുൽമൈതാനങ്ങളിൽ പരാജിതനായി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുന്ന കാഴ്ച ലോകത്തിലെ ഓരോ ഫുട്ബോൾ പ്രേമിക്കും നെഞ്ചുലയ്ക്കുന്നതാണ്. 2014-ലെ ലോകകപ്പിലും ജർമ്മനിയോട് തോറ്റു മെസ്സിക്ക് സംഘത്തിനും ബ്രസീലിലെ മൈതാനങ്ങളിൽ നിന്ന് മടങ്ങേണ്ടി വന്നു. ലോകകപ്പിലെ പരാജയങ്ങൾ 2018-ലെ വേൾഡ് കപ്പിലും മെസ്സിയെയും അർജന്റീനയും പിന്തുടർന്നു. അന്ന് പ്രീ ക്വാർട്ടറിൽ തന്നെ ഫ്രാൻസിനോട് തോറ്റു മടങ്ങുന്ന അർജന്റീനയും മെസ്സിയും ലോകകപ്പിലെ സങ്കട കാഴ്ചയായി. തുടർന്ന് അർജന്റീന ഇല്ലാത്ത ലോകകപ്പിന്റെ ടെലിവിഷൻ കാഴ്ചക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞത് നമ്മൾ കണക്കുകളിൽ കണ്ടു. 2017 ഒക്ടോബർ 10-ന് മെസ്സിയുടെ കളി ജീവിതത്തെ മറക്കാനാകാത്ത ഒരു ദിവസമാണ്. ക്വിറ്റോയിലെ ഒളിമ്പിക്കോ സ്റ്റേഡിയത്തിൽ ഇക്വഡോറിനെ നേരിടുകയാണ് അർജന്റീന. സമുദ്രനിരപ്പിൽ നിന്ന് 9000 അടിയിലധികം ഉയരമുള്ള സ്ഥലമാണ് ക്വിറ്റോ സ്റ്റേഡിയം. 2018-ൽ ഫ്രാൻസിനോട് തോറ്റുമടങ്ങിയ ലോകകപ്പിന്റെ യോഗ്യതാ മത്സരമാണ് അവിടെ നടക്കുന്നത്. ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത സാഹചര്യങ്ങളിൽ അർജന്റീന പരാജയപ്പെട്ട് മടങ്ങുമെന്നായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ. ഇക്വഡോറുമായുള്ള ആ കളി ജയിച്ചില്ലെങ്കിൽ അർജന്റീന ലോകകപ്പിൽ യോഗ്യത നേടാതെ മടങ്ങേണ്ടി വരും. പ്രകൃതി ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും അർജന്റീനയെ സമ്മർദ്ദത്തിലാക്കിയ ദിവസം. 9000 അടി ഉയരത്തിൽ വീശിയടിക്കുന്ന കാറ്റിൽ ഒരാൾ കുലുങ്ങാതെ നിന്നു. പിന്നെ അയാൾ മൈതാനത്തിലെ കൊടുങ്കാറ്റായി. പലപ്പോഴും അർജന്റീനയും ബ്രസീലും തോറ്റുമടങ്ങിയ ഒരു സ്റ്റേഡിയമായിരുന്നു ക്വിറ്റോയിലേത്. കളിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ വമ്പൻ ഒരു അടിയിലൂടെ ഇക്വഡോർ അർജന്റീനയുടെ വല കുലുക്കുന്നു. അത് കഴിഞ്ഞാണ് മെസ്സി എന്ന കൊടുങ്കാറ്റ് ഒളിമ്പിക്കോ സ്റ്റേഡിയത്തിൽ ആഞ്ഞു വീശിയത്. തന്റെ ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയ മെസ്സി ഹാട്രിക്കോടെയാണ് കളം വിട്ടത്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടെ അർജന്റീന കളിച്ച ഏറ്റവും മികച്ച കളികളിലൊന്ന് എന്നാണ് വിദഗ്ധർ ഇതിനെ വിലയിരുത്തിയത്. ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ഓസ്ട്രേലിയക്കെതിരെയുള്ള കളി. ഓസ്ട്രേലിയൻ കോച്ച് ഗ്രഹാം അർണോൾഡിനോട് പത്രക്കാർ ചോദിച്ചു, നാളത്തെ കളിയെ എങ്ങനെ കാണുന്നു? അർജന്റീനയല്ലേ എതിരാളികൾ? അർണോൾഡ് ഒന്ന് ചിരിച്ചു. അയാൾ പറഞ്ഞു, അതെ, അർജന്റീന തന്നെയാണ് എതിരാളികൾ. കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഞങ്ങൾ അവരെ തോൽപ്പിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? വിജയം വാക്കുകൾ കൊണ്ട് അർണോൾഡ് ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു. 5 കളികൾ കൊണ്ട് ഗോലിയാത്തിനെ വീഴ്ത്തിയ ദാവൂദിന്റെ കഥ നിങ്ങൾക്കറിയില്ലേ? ആ 5 കളികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. മെസ്സി എന്ന ഗോലിയാത്തിനെയും കൂട്ടരെയും ഞങ്ങൾ വീഴ്ത്തും. ബൈബിൾ കഥ പറഞ്ഞ് അയാൾ ചിരിച്ചു. കളി തുടങ്ങി. കങ്കാരിപ്പടയിലെ പ്രതിരോധക്കാർ മെസ്സിക്ക് പ്രതിരോധ പൂട്ടിട്ടു. ഇടയ്ക്ക് അയാളുടെ ബനിയിൽ പിടിച്ച് തടഞ്ഞു നിർത്തി അയാളെ പ്രകോപിപ്പിച്ചു. മറുപടി അയാൾ കാൽ കൊണ്ടു പറഞ്ഞു. എണ്ണം പറഞ്ഞ 2 ഗോളുകളിലൂടെ അർജന്റീന വിജയിച്ചു. ഗോലിയാത്തിനെ തോൽപ്പിച്ച ദാവൂദിന്റെ കഥ പറഞ്ഞ ഓസ്ട്രേലിയക്കാർക്ക് അറിയില്ലായിരുന്നു അപ്പുറം നിൽക്കുന്നത് ഗോലിയാത്തല്ല, ബൈബിളിലെ നായകൻ മിശിഹ ആയിരുന്നു എന്ന്. ഖത്തറിലെ ഫൈനൽ, ലുസൈൽ സ്റ്റേഡിയം. ആർത്തലയ്ക്കുന്ന അർജന്റീനയുടെ നീലക്കടൽ. അപ്പുറത്ത് എംബാപ്പെ എന്ന മഹാമേരുവിനെ മുൻനിർത്തി ആഘോഷം തുടരുന്ന ഫ്രാൻസിന്റെ കരിനീലപ്പട. മറഡോണയുടെ കാലത്തിനു ശേഷം നീണ്ട വർഷങ്ങൾ ലോകകപ്പ് മൈതാനങ്ങളിൽ നിന്ന് അപമാനിതരായി മടങ്ങേണ്ടി വന്ന അർജന്റീനിയൻ സംഘം കളത്തിലിറങ്ങുന്നു. ഫൈനൽ എന്ന യുദ്ധം വിജയിക്കാൻ മികച്ച ഒരു പടത്തലവനും തന്റെ ഇടമുള്ള പടയാളികളും മാത്രം പോരാ.
തന്ത്രങ്ങളുടെ ഒരു കുശാഗ്ര ബുദ്ധി അതിന് പിന്നിൽ ഉണ്ടാവണം. യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് സ്കലോണി എന്ന കോച്ച് അവർക്കൊപ്പം ഉണ്ടായിരുന്നു. എതിർ ടീമിനെ മനസ്സിലാക്കി അതിനൊത്ത തന്ത്രങ്ങൾ ഒരുക്കി മൈതാനത്തേക്ക് 11 പേരെ പറഞ്ഞയക്കുമ്പോൾ മെസ്സിയെ പോലെ അയാളും കണ്ടിരുന്നു ഒരു സ്വപ്നം. അതുകൊണ്ട് തന്നെയാണ് ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യ 11-ൽ ഉൾപ്പെടുമെന്ന് ആരും കരുതാത്ത ജൂലിയൻ അൽവാരസിനെയും എൽസോ ഫെർണാണ്ടസിനെയും മാക് എലിസ്റ്ററിനെയും അയാൾ ടൂർണമെന്റിൽ ഉടനീളം ഉപയോഗിച്ചത്. സെമി ഫൈനലിലെ ആദ്യ 11-ൽ നിന്നും പാരഡാസിനെ ഒഴിവാക്കി ഡി മരിയെ ഉൾപ്പെടുത്തി 4-4-2 ഫോർമാറ്റിൽ മൈതാനത്തിറങ്ങുമ്പോൾ തന്നെ ചരിത്രത്തിന്റെ കോട്ടവാതിലുകൾ തുറക്കാൻ ഒരുങ്ങിയാണ് ഞങ്ങൾ എത്തിയതെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. കളിയുടെ 5-ാം മിനിറ്റിൽ ബോക്സിന്റെ ഇടതുമൂലയിൽ നിന്ന് കനത്തൊരു ഷോട്ടിലൂടെ മാക് എലിസ്റ്റർ ഫ്രഞ്ച് ഗോളി ലോറിസിന് മുന്നറിയിപ്പ് നൽകി. കളിയുടെ 21-ാം മിനിറ്റ് ഫ്രാൻസിന്റെ ബോക്സിന് പുറത്ത് എലിസ്റ്ററിൽ നിന്ന് പന്ത് സ്വീകരിച്ച ആൽവരസ് ഇടത് വിങ്ങിലൂടെ ഓടിയെടുക്കുന്ന മരിയയുടെ കാലിലേക്ക് എത്തിക്കുന്നു. പന്തിനെ വരുതിയിലാക്കി ഫ്രാൻസിന്റെ പ്രതിരോധ താരം ഡംബലെ കബളിപ്പിച്ച് ബോക്സിലേക്ക് കയറുന്നു മരിയ. അപകടം മണത്ത ഡംബലെ പാളിപ്പോയ പ്രതിരോധത്തിന് പകരമായി മരിയയെ പിന്നിൽ നിന്ന് വീഴ്ത്തുമ്പോൾ റഫറിക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ആദ്യ ഗോൾ പെനാൽറ്റിയുടെ രൂപത്തിൽ ഫ്രാൻസിന്റെ വലയിലേക്കും ആരാധകരുടെ നെഞ്ചകങ്ങളിലേക്കും അടിച്ചു കയറ്റി ഫുട്ബോളിന്റെ മിശിഹ. കളിയുടെ 36-ാം മിനിറ്റിൽ മാക്കേലിസ്റ്റിൽ നിന്നും പന്ത് മെസ്സിയിലേക്ക്, മെസ്സിയിൽ നിന്നും ആൽവരസിലേക്ക്. ഫ്രാൻസിന്റെ പ്രതിരോധത്തെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് കയറിയ ആൽവരസ് ബോക്സിന് മുന്നിലേക്ക് ഓടിക്കയറിയ മാക് എലിസ്റ്ററിലേക്ക് നീട്ടുന്നു. വീണ്ടും ബോളുമായി മുന്നേറിയ മാക് എലിസ്റ്റർ ബോക്സിന്റെ ഇടതുഭാഗത്തേക്ക് പന്തെത്തിക്കുമ്പോൾ അവിടെയുണ്ടായിരുന്നു അർജന്റീനയുടെ മാലാഖ ഡി മരിയ. മുന്നോട്ട് ഓടിക്കയറിയ ലോറിസിനെ കാഴ്ചക്കാരനാക്കി ഡി മരിയയുടെ കാലിൽ നിന്നും ഫ്രാൻസിന്റെ വലയിലേക്ക്. മൈതാനത്തെ നിലവിളികളും ആഘോഷങ്ങളും ഒരു കടലായി ഉയരുന്നു. കഴിഞ്ഞ 4 ദശകങ്ങൾ തങ്ങൾക്ക് അന്യമായിരുന്ന ലോകകപ്പ് ആഗ്രഹങ്ങളുടെ മേശമേൽ അവരെടുത്തു വയ്ക്കുന്നു. എംബാപ്പയുടെ കളിമികവിൽ 2 ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീനയ്ക്കൊപ്പം പിടിക്കുന്നു ഫ്രാൻസ്. അർജന്റീനിയൻസിന്റെ ആരവങ്ങളും ആഘോഷങ്ങളും തേങ്ങലായി മാറുന്നു. അത്രമേൽ അടുത്തെത്തിയ ലോകകപ്പ് 6 അടി 4 ഇഞ്ച് ഉയരമുള്ള കറുത്ത പയ്യൻ തങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുമെന്ന് അവർ എപ്പോഴോ ഭയന്നു. അത്രമേൽ ചടുലമായിരുന്നു അവന്റെ തന്ത്രങ്ങളും വേഗങ്ങളും. എന്നാൽ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന ഒരാളുണ്ടായിരുന്നു മൈതാനത്ത്. റൊസാരിയോയിലെ പുൽമൈതാനങ്ങളിൽ മുത്തശ്ശി വാങ്ങിക്കൊടുത്ത തോൽപന്തിൽ പന്ത് തട്ടി തുടങ്ങിയ ലയണൽ ആൻഡ്രസ് മെസ്സി കുറ്റിച്ചിനോ. കളി അധിക സമയത്തേക്ക് നീളുന്നു. മൊളീനയെ പിൻവലിച്ച് മോണ്ടിയേലിനെ ഇറക്കിക്കൊണ്ട് സ്കലോണി എക്സ്ട്രാ ടൈമിലേക്ക് ടീമിനെ ഇറക്കുന്നു. തന്ത്രങ്ങളും മറുതന്ത്രങ്ങളുമായി നിറഞ്ഞാടിയ അധിക സമയത്തിന്റെ ആദ്യ പകുതി. 108-ാം മിനിറ്റിലാണ് ആ നിമിഷം എത്തിയത്. ലോകം കാത്തിരുന്ന നിമിഷം. എൽസോ ഫെർണാണ്ടസിന് ബോൾ കൈമാറി മെസ്സി ബോക്സിലേക്ക്. അവിടെ നിന്ന് മാർട്ടിൻസിലേക്ക് എത്തിയ ബോൾ കൃത്യമായി ഒരു ഷോട്ടിലൂടെ വലയിലേക്ക് നീങ്ങിയെങ്കിലും ലോറിസിന്റെ ഒരു മിന്നൽ തടയൽ. മടങ്ങിയ പന്ത് മെസ്സിയുടെ കാലുകളിൽ നിന്ന് വലയിലേക്ക്. ലോകം ആർത്തലച്ച നിമിഷം. തന്റെ പിഴവിൽ നിന്ന് ഫ്രാൻസ് 2-ാം ഗോൾ നേടുമ്പോൾ അയാൾ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടാവണം പരിഹാരം താൻ തന്നെയാണ് എന്ന്. അർജന്റീനിയൻ ആരാധകരുടെ ആഘോഷങ്ങൾക്ക് ആയുസ് അധികമുണ്ടായിരുന്നില്ല. അധിക സമയത്തിന്റെ അവസാന മിനിറ്റിൽ എംബാപ്പയുടെ കാലിൽ നിന്ന് വന്ന മറ്റൊരു പെനാൽറ്റിയിലൂടെ ഫ്രാൻസ് ഒപ്പത്തിനൊപ്പം. പിന്നെ കണ്ടത് ചരിത്രം. ഷൂട്ടൌട്ടിൽ ലോക കിരീടം മെസ്സിയിലേക്കും അർജന്റീനയിലേക്കും. ബ്യൂണസ് അയേഴ്സിലെ തെരുവുകൾ അന്ന് ഉറങ്ങിയതേയില്ല. റൊസാരിയിലെ വീടുകളിൽ പുതിയൊരു ചരിത്രം പിറന്നു. മുത്തശ്ശിമാർ കുഞ്ഞുമക്കൾക്ക് പുതിയ കഥ പറഞ്ഞു കൊടുത്തു. രാജ്യം പോയ രാജാവിന്റെ അല്ല, കിരീടം തിരിച്ചു പിടിച്ച രാജകുമാരന്റെ. അവസാന വരവിൽ പടവെട്ടി കിരീടം നേടിയ രാജകുമാരന്റെ കഥ. കാൽപന്ത് കൊണ്ട് കോടിക്കണക്കിന് ജനങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിച്ച, അവരുടെ ഉള്ളിലേക്ക് ഓടിക്കയറിയ മെസ്സി എന്ന മിശിഹായുടെ കഥ പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയുന്നതേ അല്ല. കണ്ണീരണിഞ്ഞ് ബാഴ്സ വിട്ട മെസ്സി അമേരിക്കയിലെ മയാമിയിൽ ഇപ്പോഴും കളി തുടരുന്നുണ്ട്. അയാൾക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടി കൂടി. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കും. ദിസ് ഇസ് കൃഷ്ണ വേഡിയുണ്ണി ഫ്രം മാർക്കേസ്.